വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് കുറച്ച് അർജൻസിയുമായിട്ടാണ്. കാരണം ഈ വീഡിയോ കാണാതെ നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യരുത്. ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. പക്ഷേ ആ കടന്നു വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകും. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ അതിനെ ചാടിക്കയറി പിടിക്കുക. പക്ഷേ ആ ചാടിക്കയറി പിടിക്കുന്നത് തേനീച്ചയാണോ അതോ ബട്ടർഫ്ലൈ ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ കൈ പൊള്ളേണ്ടി വരും നമ്മുടേത്. സോ അതിനാണ് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് LBO ലോക്കൽ ബേസ്ഡ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഉള്ള കോൾ വന്നിരിക്കുന്നു. സോ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ LBOയെക്കുറിച്ച് അറിയണം. LBO എന്താണെന്നറിയണം. എന്നാൽ മാത്രമേ നിങ്ങളത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് സാധാരണ PO അപ്ലൈ ചെയ്യുന്ന പോലെ LBOയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ LBO എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ LBOയ്ക്ക് അപ്ലൈ ചെയ്യാവൂ. അതുകൊണ്ട് ഈ വീഡിയോ ഇച്ചിരി നീണ്ടുപോയപ്പോലും എന്നോട് ക്ഷമിക്കുക. കാരണം അറിവില്ലാത്ത ഒത്തിരി പേർ എൻ്റെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ വരുന്ന കുറി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അറിവില്ലാത്ത ഒത്തിരി കുട്ടികൾ പുറത്തുണ്ട്. അവർക്കൊക്കെ അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ LBO, വാട്ട് ഈസ് ആൻ LBO? LBO എന്ന് പറഞ്ഞാൽ ലോക്കൽ ബേസ്ഡ് ഓഫീസർ. എന്തുകൊണ്ട് ഇങ്ങനൊരു പോസ്റ്റ്? ഇതൊരു POയുടെ എൻട്രി ലെവൽ പോസ്റ്റാണ്. ജൂനിയർ മാനേജർ ലെവൽ സ്കെയിൽ 1 ആണ്. പക്ഷേ അതിൻ്റെ പേര് മാറ്റിയെന്നേ ഉള്ളൂ. നിങ്ങൾ IPS POയും ലോക്കൽ ബേസ്ഡ് ഓഫീസറും സെയിം തന്നെയാണ്. പക്ഷെ വർക്കിലൊരു കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടൊരു ലോക്കൽ ബേസ്ഡ് ഓഫീസർ എന്നുള്ളൊരു കൺസെപ്റ്റ് ബാങ്കുകൾ ഈ വർഷം തൊട്ടാണ് തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു നമുക്ക് UBI 10 പേരെ അഭിമാനത്തോടെ നമ്മൾ 100 വേക്കൻസിയിൽ കേരളത്തിൽ 10 പേരുണ്ടായി എന്നുള്ളത് അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഈ 10 പേരുണ്ടാകുന്നത്? സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഇതൊക്കെയാണ്. അപ്പോൾ LBO എന്ന് പറയുന്നത് നമുക്ക് IBPS PO നിങ്ങൾക്ക് കിട്ടിയാൽ ആർക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. IPS PO നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ആണ് അപ്പോയിൻമെൻറ്റ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഒരാൾ ചെന്നൈയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഭാഷ അറിയാതെ നിങ്ങൾ വിഷമിക്കും. അപ്പോൾ IBPS PO പോലുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ കസ്റ്റമറുമായി ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, നിങ്ങൾ എംപ്ലോയീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭാഷ അവിടെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കസ്റ്റമർ വരുന്നവരല്ല ലോണിൻ്റെ ആവശ്യത്തിന്. ഒരു POയുടെ ജോലി എന്ന് പറഞ്ഞാൽ ലോണ്, ചെക്ക്, കാര്യങ്ങളെല്ലാം. അപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഒരു വീടിന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്, നിങ്ങൾ പോയി അവിടെയൊക്കെ കാണുകയൊക്കെ വേണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോഴാണ് LBO എന്നുള്ളൊരു ആശയം വന്നത്. അതായത് ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്ന ഓഫീസേഴ്സ് മതി ഈ പോസ്റ്റിന് വേണ്ടിയിട്ട്. അതിനാണ് പറയുന്നത് ലോക്കൽ. അതായത് ഈ ലോക്കാലിറ്റിയിലുള്ള ആളായിരിക്കണം. ഇല്ലെങ്കിൽ അയാൾക്ക് ആ ഭാഷ നല്ലപോലെ അറിയണമെന്നുള്ള കൺസെപ്റ്റിലാണ് ലോക്കൽ ബേസ് ഓഫീസർ എന്നുള്ള പോസ്റ്റ് വന്നത്. അപ്പോൾ സാധാരണ POയിൽ നിന്ന് ഇവർക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ സാലറിയും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇതാണ് വ്യത്യാസം. ഇവർ ആ നാട്ടിൽ തന്നെ ഉള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ ഉള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ ആ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്നവരായിരിക്കണം. ആ സ്റ്റേറ്റിൽ തന്നെ ഉള്ളവരാണെന്ന് ഞാൻ പറയില്ല, മിക്കവാറും അങ്ങനെ തന്നെ ഉള്ളവരായിരിക്കും. കാരണം നമുക്കറിയാം ഒരു തമിഴ്നാട്ടുകാരൻ വന്ന് കേരളത്തിൽ വന്ന് നല്ല പച്ചമലയാളം പറയാൻ പറ്റില്ല, അയാൾ ഇവിടെ താമസിക്കാതെ. അപ്പോൾ നിങ്ങൾ അതുപോലെയാണ്. തമിഴ് അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾ തമിഴ് പഠിക്കണം. അങ്ങനെയുള്ളവരാക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ബാങ്ക് വിളിച്ചത്. ഇതുവരെ 4 ബാങ്കുകൾ ലോക്കൽ ബാങ്ക് ഓഫീസറിനെ, ലോക്കൽ ബേസ് ഓഫീസറിനെ വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വിളിച്ചത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യൻ ബാങ്ക് വിളിച്ചു. അന്നും കേരളത്തിൽ വേക്കൻസി ഇല്ല, തമിഴ്നാട്ട് മാത്രമാണ് വേക്കൻസി ഉണ്ടായിരുന്നത്. പിന്നെ UBI വിളിച്ചു. നമ്മൾ UBI കേരളത്തിൽ 100 വേക്കൻസി ഉണ്ടായിരുന്നു. അതാണ് കോമ്പസ് അക്കാഡമി 10 പേരെ ചരിത്രം സൃഷ്ടിച്ചത്. ദെൻ യൂക്കോ ബാങ്ക് വിളിച്ചു. യൂക്കോ ബാങ്ക് കേരളത്തിൽ വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നു, റിസൾട്ട് അറിയാനോ എന്ന്. വളരെ കുറച്ച് വേക്കൻസി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് IOB വിളിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇത് രണ്ടും ചെന്നൈയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ വേക്കൻസി കൂടും. അതാണ് സംഭവിച്ചുകൊണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതല്ലായിരുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചുണ്ട്, മറ്റേതിൻ്റെ തമിഴ്നാട്ടിലാണ് ബ്രാഞ്ച് കൂടുതൽ. അങ്ങനെയാണ് വേക്കൻസികൾ വിളിക്കുന്നത്. PO നിങ്ങൾ ഒരിക്കലും ഓർക്കുക, സ്റ്റേറ്റ് വൈസ് PO വിളിക്കില്ല. അതാണ് IPS PO. IPS PO സ്റ്റേറ്റ് വൈസ് അല്ല, അത് ഇന്ത്യ, ഓൾ ഇന്ത്യ ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണേൽ കിട്ടും. ഓൾ ഇന്ത്യയിൽ എവിടെ വേണേലും അവർ ഇത് ചെയ്യും.
പക്ഷേ അവിടെ ഭാഷ അറിയില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. അതിനുള്ള ഇതിനാണ് അവർ ലോക്കൽ ബേസ് ഓഫീസർ എന്ന് വിളിച്ചത്. അപ്പോൾ നിശ്ചയമായും ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്നിട്ട് മാത്രം നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, ഓൺലൈൻ എക്സാം. അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ഒരു എക്സാമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ, ജാമിന് ഡിസ്കസ് ചെയ്ത പോലത്തെ എക്സാം ആയിരിക്കും. അതിനകത്ത് 3 മണിക്കൂറിൻ്റെ എക്സാം 200 മാർക്കായിരിക്കും. അതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാൽ സാധാരണ POയ്ക്ക് ഓൺലൈൻ എക്സാം നിങ്ങൾ പാസ്സായാൽ ഇൻ്റർവ്യൂ ആണ്. സാധാരണ ഇതിൽ നിങ്ങളൊരു PO, നമ്മുടെ IPS PO എടുക്കാം. നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിനാണ് ക്ഷണിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂവും മെയിൻസും കൂടെ കൂട്ടി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 75-25 80:20 എന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മെയിൻസ് എക്സാം പാസ്സായാൽ നിങ്ങളെ അവർ ആദ്യം വിളിക്കുന്നത് ഒരു LPTക്കാണ്. അതായത് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്തത്, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്ത് വെക്കുക, എന്നാൽ നിങ്ങൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 8ാം ക്ലാസ് വരെ നിങ്ങൾ മലയാളം പഠിച്ചില്ല, നിങ്ങൾ CBC ആണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളം അറിയില്ല, ശരിക്കും സർട്ടിഫിക്കറ്റിലില്ല. 10 തൊട്ട് 12 വരെ പഠിക്കുന്നവർക്ക് LPT ഇല്ല, അത് ഓർക്കുക. ഇതില്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും LPT അപ്ലൈ ചെയ്യണം. LPTയിൽ മലയാളം വായിക്കണം, റീഡ്, റൈറ്റ്, സ്പീക്ക്. ഞാൻ മലയാളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ തമിഴ്നാട്ടിൽ അപ്ലൈ ആണെങ്കിൽ തമിഴാണ് പറയേണ്ടത്. ഇത് പാസ്സായെങ്കിൽ മാത്രം, LPT പാസ് ആണെങ്കിൽ നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യും. LPT പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. വെറുതെ വണ്ടിക്കൂലി നഷ്ടപ്പെടുന്നത് മാത്രം വെച്ച്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യരുത്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്. അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. സാധാരണ PO പോലെ അല്ല ഈ ലോക്കൽ ബേസ് ഓഫീസർ. അപ്പോൾ ഇത്രയും ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാനിത് ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതാണ് കാതലായ കാര്യം. ഇത് LPT ഉണ്ട്. LPT പാസ്സായെങ്കിൽ മാത്രം ഇൻ്റർവ്യൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. സാധാരണ ഉള്ള പോലെ തന്നെയല്ല, പക്ഷേ ഇതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസും ഒക്കെ ഇതിനകത്ത് വരും. ശ്രദ്ധിക്കുക കാര്യങ്ങളിലേക്ക്. സാധാരണ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഈ പ്രാവശ്യം പറയില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങളുമില്ല. 400 വേക്കൻസി ലോക്കൽ ബാങ്ക് ഓഫീസർ. എവിടെ അപ്ലൈ ചെയ്യണം? ഡേറ്റ് 12-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. 31/5/2025 ഇതിലേക്ക് വരുന്നത്. അതിനകത്ത് പിന്നെ പേയ്മെൻറ്റ് ഓഫ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിഫോർ അപ്ലൈയിങ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു റീഡ് ദീസ് അഡ്വൈസ്മെൻറ്റ് കെയർഫുള്ളി. എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദ സ്റ്റിപ്പുലേറ്റഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങൾ ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ആവൂ. നാളെ ഒരു പരാതി ബാങ്ക് സ്വീകരിക്കുന്നതല്ല. ദെൻ പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞു 12/31. ഓപ്പണിങ് 12-ന്, 31-ന് ക്ലോസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഇതിലേക്ക്. ഇനി നമുക്ക് വേക്കൻസി നോക്കാം. എത്രയാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. വേക്കൻസിയുടെ എമറിയിലെയോ തമിഴ്നാട് ഹെഡ് ക്വാർട്ടറുള്ള ബാങ്കാണ്. സോ കൂടുതൽ അവർ IOBയുടെ കൂടുതൽ ബ്രാഞ്ചസും തമിഴ്നാടാണ്. അപ്പോൾ അവിടെയാണ് അവർക്ക് POയുടെ ആവശ്യം വരുന്നത്. കേരളത്തിൽ വരുന്നില്ലായിരിക്കും അവർക്ക് വേക്കൻസി. ഇവിടെ ബ്രാഞ്ചസ് വളരെ കുറവായിരിക്കും IOBക്ക്. അതായിരിക്കും IOBക്ക് ബ്രാഞ്ചസ് ഉള്ളത് ഇവിടെയൊക്കെയാണ് കൂടുതലും ഇതിലേക്ക് വരുന്നത്. സോ ഒബ്വിയസ്ലി തമിഴ്നാട്ടിൽ 260 വേക്കൻസി. അതിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് കാണാം. 39, 19, 70. ജനറലിന് 106 ഉണ്ട്, OBCക്ക് 70 ഉണ്ട്, EWSന് 26 ഉണ്ട്, SC ST 39, ST. ബാക്കിയൊക്കെ ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ ഒത്തിരി ഇതിലേക്കുള്ളതാണ്. അതിനകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയണം. സോ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് വേക്കൻസിയാണ്. 200. കേരളം ഇല്ല, അത് ഓർത്തോളുക. പിന്നെ അവരുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. റിസർവേഷൻ ഫോർ ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺ ഈസ് ഓൺ ഹൊറിസോണ്ടൽ ബേസിസ്. ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പ്ലേസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് കാറ്റഗറി. അതായത് ഫിസിക്കലി ചലഞ്ചഡ് ആൾക്കാർക്ക് അവരവരുടെ കാറ്റഗറി അനുസരിച്ച്, അവർ ജനറൽ ആണെങ്കിലും ഇതിന് അതിങ്ങനെയുള്ള ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത് അതിനകത്ത്. ദെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു അപ്ലൈ ഫോർ വേക്കൻസി ഓഫ് 1 സ്റ്റേറ്റ് only. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ അത് ഒരെണ്ണത്തിൽ ചെയ്താൽ 2 അത് ഇൻവാലിഡ് ആകും. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ്. ഇതാണ് ഒരു LBOയുടെ ഒരു പ്രശ്നമുള്ളത്. പ്രശ്നമല്ലത് കേട്ടോ. അത് സ്വന്തം ഇത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് നല്ലതുമാണ്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പോസ്റ്റഡ് വിതിൻ ദ സ്റ്റേറ്റ് സെലക്ടഡ് ഫോർ ദ ഫസ്റ്റ് 12 years ഓഫ് ദെയർ സർവീസ്
ഫോർ അപ് ടു ദെയർ പ്രൊമോഷൻ സീനിയർ മാനേജ്മെൻറ്റ് സ്കെയിൽ 4 ഗ്രേഡ് വരെ. അതായത് ഒന്നുകിൽ നിങ്ങൾ സീനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 4 പ്രൊമോഷൻ എടുത്തിരിക്കണം, ഇല്ല 12 വർഷം. ഇതിലേതാണോ ഇത് അവിടെ വരെ നിങ്ങൾ ആ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യണം. UBA ഒക്കെ ആണെങ്കിൽ 10 വർഷമാണ്, ഇത് 12 വർഷമാണ്. അപ്പോൾ 10 വർഷം അത് ഇതാണ്. കാരണം നിങ്ങൾ അവിടെ അത്രയും, അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റിലല്ലേ. ഒരു POയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവൻ കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ നാളെ മഹാരാഷ്ട്രയിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾക്ക് ഏറ്റവും സഹായകരമല്ലേ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 12 വർഷം വരെ വർക്ക് ചെയ്യണം, അതാണ് അതിനകത്ത് ഒരു നിർബന്ധം. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് ബി പ്രൊവിഷ്യൻറ്റ്, വളരെ വൈദഗ്ധ്യം വേണം. മറ്റേ സാധാരണ ക്ലർക്കിനും ഒക്കെ കാണുന്ന LPT പോലെ അല്ലത്. ജോലി കിട്ടിയിട്ടാണ് LPT ക്ലർക്കിനും POയ്ക്കും ഉള്ളത്. നമ്മുടെ POയ്ക്കില്ല, ക്ലർക്കിന്. നിങ്ങൾ തമിഴ്നാട് ക്ലർക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ LPT നടത്തും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളത് ഫെയിലായപ്പോൾ നിങ്ങൾക്കൊരു ഒരു ചാൻസ് കൂടെ തരും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞാണ് ഇവിടുത്തെ ഇത്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയുന്നത് ഷുഡ് ബി പ്രൊവിഷ്യൻറ്റ് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഈ 3 എണ്ണം ചെയ്യണം. ഇൻ ദ ഡിസൈഡ് ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ആസ് പെർ ദ ടേബിൾ എബോ. തമിഴ്നാടാണെങ്കിൽ തമിഴ് നല്ലപോലെ അറിയണം. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു അപ്പിയർ ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് സെലക്ഷൻ പ്രോസസ്. ഇനി ശ്രദ്ധിക്കുക, ബിഫോർ പേഴ്സണൽ ഇൻ്റർവ്യൂ പ്രോസസ്. ഇതാണ് ഞാൻ എടുത്ത് പറയാനിരുന്നത്. നിങ്ങൾ ഓർക്കും സാധാരണയുള്ള പോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ ഇത് തരുമെന്ന്, LPT തരുമെന്ന്. ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് അവർ എടുത്ത് പറയും. ഇത് പലരും ശ്രദ്ധിക്കത്തില്ല. പോയി അപ്ലൈ ചെയ്യും, അവസാനം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ പറയും LPT ഉണ്ടെന്ന് പറയും. LPTക്ക് തോറ്റു പോകും, കയറ്റത്തില്ല ഇൻ്റർവ്യൂവിന്. നിങ്ങൾ അത്രയും പൈസ മുടക്കി തമിഴ്നാട് വരെ പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേ ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് ഹൂ ഫെയിൽസ് ടു ക്വാളിഫൈ ദ ടെസ്റ്റ് വിൽ നോട്ട് ബി ഓഫേർഡ് അപ്പോയിൻമെൻറ്റ്. LPT ഇല്ലാതെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല അതിനകത്ത്. ഓക്കെ, സോ പറഞ്ഞിട്ടുണ്ട്, 1 advance increment in pay will be given for each prior complete year of service as officer in scheduled commerce bank, subject to a maximum of 2 increments where the existing job profile of the candidate specifically match with the job profile of a scale 1. അതായത് വേറെ ബാങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് 2 ഇൻക്രിമെൻറ്റ് വരെ കിട്ടും. നിങ്ങൾക്ക് ആ ഇതിൻ്റെ സ്കെയിൽ 1 ഓഫീസറിൻ്റെ ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനകത്ത്. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജോബ് സർട്ടിഫിക്കറ്റും ഒക്കെ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് അതിനകത്ത്. ദെൻ പ്രയർ എക്സ്പീരിയൻസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ എനി സർവീസ് സീനിയോറിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കയറുന്ന ഒരാൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അയാളെ സീനിയോറിറ്റിക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. അതിന് വേറെ എക്സാമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദെൻ കാൻഡിഡേറ്റ്സ് വർക്കിംഗ് വിത്ത് സബ്സിഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ബി എലിജിബിൾ ഫോർ ഓൺലി 1 ഇൻക്രിമെൻറ്റ്. എന്താണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്? നമ്മൾ ഈ കാണുന്ന ഗവൺമെൻറ് ബാങ്ക്സോ ബാക്കിയെല്ലാം ICICIയോ HDFCയോ എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ അവരെല്ലാം വിൽ ബി എലിജിബിൾ ഫോർ ഓൺലി 1 ഇൻക്രിമെൻറ്റ്. അതായത് നിങ്ങൾ സാധാരണ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇൻക്രിമെൻറ്റ് എന്താണെന്ന് കാണിക്കാം. എക്സ്പീരിയൻസ് ഉള്ള ഇല്ലാത്ത ഒരാൾ കയറുന്നു, ഫ്രഷർ കയറുന്നു, കൂടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കയറുന്നു, അയാൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സാലറിയും ബേസിക് സാലറിയും അവരുടെ ബേസിക് സാലറിയും സെയിം അല്ല എന്ന് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി ഫോർ എനി വൺ ഓഫ് ദ സ്റ്റേറ്റ്. ആപ്ലിക്കൻസ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ഹിയർ ഇൻ ബിലോ ബിഫോർ അപ്ലൈയിങ് ദ. ഇതൊക്കെ വേണം അതിനകത്ത്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങൾ എലിജിബിലിറ്റി അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. എന്താണ് എലിജിബിലിറ്റി നമ്മൾ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. ഒന്ന് നാഷണാലിറ്റി, പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളിത് ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. കട്ട് ഓഫ് ഡേറ്റ്, അതായത് ഏജ് പറഞ്ഞിട്ടുണ്ട്, മിനിമം 20 മാക്സിമം 30. കട്ട് ഓഫ് ഡേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എലിജിബിലിറ്റി ഇൻ ഏജ്, വയസ്സിൻ്റെ ഇത്. ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഷാൾ ബി ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ കമൻസ്. അതായത് മെയ് 1 നിങ്ങളുടെ ഏജിൻ്റെ ഇതാണെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇതാണെങ്കിലും മെയ് 1 കഴിഞ്ഞ് പാസ്സാകുന്നവരെ എടുക്കില്ല. അതിന് മുമ്പേ വേണം കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാൻ. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ലേറ്റർ ദാൻ 1/5/2005 ആൻഡ് നോട്ട് ഏർലിയർ ദാൻ 2/5/1995. ഇത് ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതെപ്പോഴും ഓർക്കുക. എനിക്ക് റിക്വസ്റ്റും ഒക്കെ റിപ്ലൈ ഒക്കെ അയക്കുന്നവരോട്, മെസ്സേജ് അയക്കുന്നവർക്കും ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുക്കാറുണ്ട്.
നിങ്ങൾ ഇതിലേക്ക് നോക്കിയാൽ മതി. പക്ഷേ നിങ്ങൾ എനിക്ക് അയക്കുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യാറില്ല നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതെനിക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ ജനറൽ ഇതാണ് പറയുന്നത്. അയാൾ 2/5/1995 പിന്നെ ഒന്നുകിൽ ഇവിടം തൊട്ട് ദെൻ ഇവിടെ വരെ 1/5/2005 ഇതിൻ്റെ അപ്പുറം പോകാനും പറ്റില്ല, ഇതിൻ്റെ ഇപ്പുറം പോകും, ഇതിനകത്ത് നിൽക്കണം. അതാണ് നിങ്ങൾ ഓർമ്മ. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, SC/ST ക്കാണെങ്കിൽ 5 വയസ്സ്. അപ്പോൾ 5 വയസ്സ് 5 വർഷം കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എത്ര ഏജ് ഉണ്ടെന്ന് നോക്കുക. SC/ST ആണോ 30 ആകുന്നില്ലേ, 30 ഉണ്ട് മാക്സിമം, 35 വരെ എടുക്കും. OBC ആണോ 33 വരെ എടുക്കും. സിമ്പിളാണ് കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഡേറ്റിനകത്ത് വരണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി, എനി ഡിഗ്രി വിത്ത് ഗവൺമെൻറ് അംഗീകരിച്ചായിരിക്കണം. ഇതൊക്കെ എല്ലാത്തിലും ഉള്ളതാണ്. ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് വാലിഡ് മാർക്ക്ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ദാറ്റ് ഷീ ഈസ് എ ഗ്രാജുവേറ്റ് ഓൺ ദ ഡേ ഈ രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റ് ദ പെർസെൻറ്റേജ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ഗ്രാജുവേഷൻ വൈൽ രജിസ്റ്ററിങ് ഓൺലൈൻ. അതൊക്കെ വേണം എന്നുള്ളതാണ് പറഞ്ഞത് അതിനകത്ത്. ഇവിടെ എന്നോട് പലരും ചോദിക്കും ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് വേണ്ടെന്ന് ചോദിക്കും. വർക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറയും ഇതാണ് ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് താഴെ അവർ പറയും വർക്ക് എക്സ്പീരിയൻസ് നീഡഡ്. അതിൻ്റെ ഒരു പോസ്റ്റ് വിളിച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ഓഫീസറൊക്കെ വരുമ്പോൾ അതിനകത്ത് വർക്ക് എക്സ്പീരിയൻസ് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഡിഗ്രി വേണം, ഡിഗ്രിയുടെ കൂടെ CA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനത്തെ ഇതില്ല. സോ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. അതാണ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യം പറഞ്ഞത്. ഒരിക്കലും നിങ്ങളെക്കുറിച്ചല്ല, ഫ്രഷേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാമോ? ചെയ്യാം. അതൊരിക്കലും ചെയ്യരുതെന്ന് അവർ പറയുന്നില്ല. ഫ്രഷേഴ്സിന് എന്തായാലും ചെയ്യാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു ഡിഗ്രി അല്ലാതെ വേറൊന്നും അവർ ചോദിക്കുന്നില്ല. സോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഡിഗ്രി എത്ര ശതമാനമാണ് വേണ്ടത്? 60%. ജാമിന് എത്രയായിരുന്നു? 60%. എന്നാൽ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഡിഗ്രി പാസ് മതി. മറ്റേത് 60% വേണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ ഒരു കെണിയുണ്ട്, LPT. അപ്പോൾ നമുക്ക് എല്ലാം കയറി അങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല. സോ ഏജ് ലിമിറ്റ് അതാണ് ഏജിൻ്റെ കാര്യം. ഇത് ജനറൽ കാറ്റഗറി കേട്ടോ. ഇനിയും താഴേക്ക് വരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് 5 years, ബാക്ക്വേർഡ് ക്ലാസ് ഞാൻ പറഞ്ഞു. OBC എല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 3 വർഷം, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് തന്നെ, അങ്ങനെ സാധാരണ എല്ലാ ഇതിലും പറയുന്നതാണ് അതിനകത്ത്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. മാക്സിമം ഏജ് ലിമിറ്റ് സ്പെസിഫൈഡ് ഈസ് ആപ്ലിക്കബിൾ ടു ജനറൽ കാറ്റഗറി ആൻഡ് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. അത് ജനറൽ കാറ്റഗറി തന്നെ ഉള്ളതാണ്. അവർക്ക് മാർഗിനേ ഉള്ളൂ റിസർവേഷൻ, അവർക്ക് ഏജിന് റിസർവേഷൻ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് റിലാക്സേഷൻ മോർ ദാൻ അത് ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു എക്സ് സർവീസ്മെൻ ആണ്, നിങ്ങൾ റൈറ്റിലുണ്ടായിരുന്ന ഇതാണ്, നിങ്ങൾ SC/ST ആണ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെ എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് അത് പറഞ്ഞത്. അത് 2-3 കാറ്റഗറി, ഈ കാണുന്ന 2-3 കാറ്റഗറി വരുന്നതിൻ്റെയാണ് പറഞ്ഞത്. നിങ്ങൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളതാണ് 10 വർഷം കൂടുതൽ കിട്ടും. നിങ്ങൾ 84 റൈറ്റ്സിലുള്ളതാണോ 5 വർഷം കിട്ടും. അപ്പോൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ട്, 84 റൈറ്റ്സിലും ഉണ്ട്. എന്നാൽ നിങ്ങൾ എക്സ് സർവീസ്മെനാണ്, അപ്പോൾ നിങ്ങൾക്ക് 20 വർഷമായി. എന്നാൽ നിങ്ങൾ SC/ST ആണ്, അപ്പോൾ നിങ്ങൾക്ക് 25 വർഷമായി. അതില്ല, നിങ്ങൾ 50 വയസ്സ് വരെ, മാക്സിമം 50 വയസ്സ് വരെ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സോ നിങ്ങളെല്ലാം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്നാണ് പറഞ്ഞത്. എന്ത് റിലാക്സേഷൻ വേണമെങ്കിലോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. ദെൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതൊന്ന് ഞാനൊന്നുകൂടെ പറയാം. ബിലോങ് ടു OBC കാറ്റഗറി ബട്ട് കമ്മിങ് അണ്ടർ ക്രീമി ലെയർ, അവരെ എന്താക്കി ഇത് ചെയ്യുന്നു? ജനറൽ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. മറ്റവർക്ക് മാത്രമാണ് OBC എന്നുള്ള കാറ്റഗറി വരുന്നത്. ദെൻ എക്സ് സർവീസ്മെൻ ഹു വാസ് വൺസ് ജോയിൻഡ് എ ഗവൺമെൻറ് ജോബ്. എക്സ് സർവീസ്മെൻ ഓൾറെഡി ഒരു സിവിൽ സൈഡ് ജോബിൽ ജോയിൻ ചെയ്തെങ്കിൽ അദ്ദേഹം പുതിയ എക്സ് സർവീസ്മെൻ എന്നുള്ള ഇത് അയാൾക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. കാരണം എക്സ് സർവീസ്മെൻ ഓഫീസറിന് എക്സ് സർവീസ്മെൻ ഇതില്ല, അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് റിസർവേഷൻ ഉള്ളത് ക്ലർക്ക് കാറ്റഗറിയിലായിരിക്കും ഉള്ളത്. അത് പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നോ റിസർവേഷൻ ഫോർ എക്സ് സർവീസ്മെൻ ഇൻ ഓഫീസേഴ്സ് കാർഡ്. ഹവർ ഏജ് റിലാക്സേഷൻ ഈസ് ആപ്ലിക്കബിൾ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, പക്ഷേ ക്ലർക്ക് പോലെ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് കാണിക്കില്ല. അതാണ് അതിനകത്ത് കാണിച്ചിട്ടില്ല. എക്സ് സർവീസ്മെനെ കാണിച്ചിട്ടില്ല. PWD കാൻഡിഡേറ്റ്സ്, അങ്ങനത്തെ PWBDയുടെ കാൻഡിഡേറ്റ്സ് ആണ്, ഡിസബിലിറ്റീസിൻ്റെ കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത്. സോ ഇനി
ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കലി ചലഞ്ചഡ് കാര്യങ്ങളെല്ലാം ഹിയറിംഗ് ഇമ്പയർഡ് അവർക്കൊക്കെ എന്തൊക്കെയാണ് അവരുടെ റിസർവേഷന്, എക്കണോമിക്കലി വീക്കർ സെക്ഷന്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോകും. നമ്മൾ ജോലിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന് എത്ര ശമ്പളം എന്നുള്ളതാണ്. അതെപ്പോഴും ഓർത്തോളുക. ജോലി ഇല്ലാതെ, കൂലിയില്ലാതെ ആരും ജോലി ചെയ്യില്ല. നമ്മളെല്ലാം ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അംബീഷ്യസ് ആയിരിക്കണം. ഏതാണ് നല്ല പോസ്റ്റ്, ഏതാണ് നല്ല സാലറി കിട്ടുന്ന പോസ്റ്റ്, ഏതാണ് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന പോസ്റ്റ്, അതെപ്പോഴും നമ്മൾ നോക്കണം. അപ്പോൾ സാലറി എപ്പോഴും ഞാനിതാ പറഞ്ഞു, ഒരു ഇത് കിട്ടിയാൽ, അഡ്വർടൈസ്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഞാനിത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അതിനകത്ത് പേ സ്കെയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അസിസ്റ്റൻറ്റ് മാനേജർ സ്കെയിൽ 1 അതെല്ലാം PO പോലെയും കയറുന്ന അങ്ങനെയാണ്. ബേസിക്ക് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 48,4,800 ഇത് സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ബേസിക്ക് കൂടി പോകുന്നതാണ് ഇതിൻ്റെ. അത് ഏത് ഇതാണെങ്കിലും അങ്ങനെയാണ് ഇത് പോകുന്നത്. 2000 വെച്ചിട്ട് 7 പ്രാവശ്യം കൂടും. അതാണ് ബാർ 7. എത്രയായി മാറും? 62,480 ആയി മാറും. പിന്നെ അത് 2,340 വെച്ച് 2 പ്രാവശ്യം കൂടും. അത് ഇയർലി ആണോ എന്നൊക്കെ അറിയില്ല, അത് ബാങ്കിലുള്ളവരോട് ചോദിച്ചാലേ അറിയും. അപ്പോൾ അത് 67,100 ആവും. പിന്നെ അതായിരിക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ ബേസിക്. വീണ്ടും അത് 2,680 അടുത്ത ഇത് വരുമ്പോൾ 2,680 അത് 7 പ്രാവശ്യം വെച്ച് കൂടി നിങ്ങൾക്ക് 85,900. പിന്നെ ഓരോ പ്രാവശ്യവും റിവൈസ് വരുന്നതനുസരിച്ച് ഇത് സാലറി മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു ജാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ താഴെ ഒരു വാചകമുണ്ട്. DA, HRA, CCA വിൽ ബി ആസ് പെർ റൂൾസ്. DA അതായത് എമോളിമെൻറ്റ്സ്, ഇത് കൂടാനുള്ള ബെനിഫിറ്റ്സ്, അലവൻസ് ഇതൊക്കെയും കാണും. എന്നാൽ കഴിഞ്ഞ ദിവസം ജാമിൽ നമ്മൾ കണ്ടത് ഇറ്റ് ഈസ് CTC മീൻസ് കോസ്റ്റ് ടു ദ കമ്പനി. കോസ്റ്റ് ടു ദ കമ്പനി മീൻസ് ബേസിക്, DA, HRA, CCA എല്ലാം കൂടെ. അതിനകത്ത് ഇനി വേറെ നിങ്ങൾക്ക് അലവൻസോ കാര്യങ്ങളോ എല്ലാം കൂടി ഇത്ര രൂപയും കൈ തരും. നീ എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തോ. എന്നാൽ ഇതങ്ങനെയല്ല. ശമ്പളം, ഡിയർനെസ് അലവൻസ്, HR അലവൻസ്, അങ്ങനെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അലവൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റാണ്, അത് ഓർക്കുക. അതിനകത്ത് CTCയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ബേസിക് പേയും ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് CTC. എന്നാൽ ബേസിക് പേ ഇത് വേറെയാണ്. അപ്പോൾ ഇത് വേറെ കാശുണ്ടെന്നർത്ഥം, മനസ്സിലായോ? അല്ലാതെ ഇതല്ല. പ്രൊബേഷൻ പീരീഡ്, ഇനി നമുക്ക് പ്രൊബേഷൻ പീരീഡിലേക്ക് പോകാം. പ്രൊബേഷൻ 2 വർഷമായിരിക്കും. അതായത് 2 വർഷമായാലേ നിങ്ങൾ ഇതാകത്തുള്ളൂ, പെർമനൻ്റ് ആകത്തുള്ളൂ. അതിനെയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിനകത്ത് കൺഫർമേഷൻ ഓൺ ബാങ്ക് സർവീസ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ബാങ്ക്. അതനുസരിച്ചാണ് അവർക്ക് കൺഫർമേഷനും കൊടുക്കുന്നത്, ബാങ്കാണ് തീരുമാനിക്കുന്നത്. ഇനി ബോണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാ ബാങ്കുകൾക്കും, മോസ്റ്റ്ലി എല്ലാ ബാങ്കുകൾക്കും ബോണ്ടുണ്ട്. കാരണം അവരത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾക്ക് പോസ്റ്റിന് വേണ്ടി അവരെ സെലക്ട് ചെയ്തിട്ട് അതിന് ട്രെയിനിങ്ങും ഒക്കെ തന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് ഇട്ടിട്ട് പോയാൽ നടക്കില്ല. പെട്ടെന്ന് കയറി ഇറങ്ങിപ്പോവുക, അത് നഷ്ടമാണ് ബാങ്കിന്. അപ്പോൾ എപ്പോഴും ബാങ്ക് ഒരു ഇയറിലേക്ക് ബോണ്ട്, ഒരു ഇയറല്ല, ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ഒരു ബോണ്ട് വെക്കും. ഇത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്യണം, നീ ഇടയ്ക്ക് പോയോ ഇത്രയും രൂപ തരണം, അതാണ് ബോണ്ട്. അപ്പോൾ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. അതാണ് പറഞ്ഞത്. കാൻഡിഡേറ്റ് സെലക്ട് ഫോർ അപ്പോയിൻമെൻറ്റ് വിൽ റിക്വയർഡ് ടു എക്സിക്യൂട്ട് എ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡംനിറ്റി ബോണ്ട് ഫോർ 2 lakh ഫോർ റെൻഡറിങ് സർവീസ് ഫോർ എ മിനിമം ഓഫ് 3 years. ഈ 3 വർഷം കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു കിട്ടും, അല്ലാതെ വേറെ ഇതല്ല. അപ്പം അത് ഒരിക്കലും ബാങ്ക് എടുക്കില്ല. 3 വർഷം നിൻ്റെ സർവീസ് പൂർത്തിയാകുമ്പോൾ ബാങ്ക് തിരിച്ചു തരും. അപ്പോൾ അത് ബാങ്ക് ഇതില്ല, അതൊരിക്കലും ബോണ്ട് മേടിച്ച് വെക്കില്ല, ബോണ്ട് എഴുതിക്കുക. അല്ലാതെ നിങ്ങളുടെ 2 ലക്ഷം രൂപ മേടിക്കുമെന്നല്ല ഇതിനർത്ഥം. അതായത് നീ ഈ 3 വർഷത്തിനുള്ളിൽ പോവുകയാണെങ്കിൽ 2 ലക്ഷം കൊടുത്തിട്ടേ പോകാവൂ. ബാങ്കിൻ്റെ നിൻ്റെ 2 ലക്ഷമൊന്നുമില്ല. പക്ഷെ 3 വർഷത്തിനുള്ളിൽ നിർത്തിപ്പോവുകയാണെങ്കിൽ, ഇപ്പം നീ 2.5 വർഷമായെന്ന് വെച്ചോ, ഇല്ല 2 മാസം 11 മാസമായെന്ന് വെച്ചോ, 2 വർഷം 11 മാസം നീ നിർത്തിപ്പോവുക, അപ്പോഴും നീ 2 ലക്ഷം അങ്ങോട്ട് കൊടുക്കണം. 3 വർഷം പൂർത്തിയാക്കിയ പിന്നെ ബാധ്യതയൊന്നുമില്ല, എനിക്ക് എപ്പോൾ വേണേൽ ഇറങ്ങിപ്പോകാമെന്നാണ് ബാങ്ക് പറയുന്നത്. അല്ലാതെ 2 ലക്ഷം അവരുടെ കയ്യിലുണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരിക്കലും 2 ലക്ഷം അങ്ങോട്ട് കൊടുക്കണ്ട. ബോണ്ട് സൈൻ ചെയ്യുകയാണ് നമ്മൾ. ആ ബോണ്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ 3 വർഷത്തിനുള്ളിൽ പോവുകയാണെങ്കിൽ ഞാൻ ഇത്ര രൂപ തന്നോളാമെന്നാണ്, അല്ലാതെ കൊടുക്കുകയല്ല. നിങ്ങൾ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും അത്. സോ ബോണ്ട് അതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും കൂടാതെ ലീവ് ട്രാവൽ അലവൻസ് ഉണ്ട്. അതായത് നിങ്ങളും കുടുംബമായിട്ട് യാത്ര ചെയ്ത് പോകാൻ ബാങ്ക് ഇങ്ങോട്ട് പൈസ തരും, മനസ്സിലായോ? എല്ലാ ബാങ്കുകളിലും ഉണ്ട്. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ചുറ്റിക്കാണാനും ഒക്കെ. അതൊക്കെയാണ് ഈ ബാങ്കിൻ്റെ ഒരു നല്ലൊരു വശങ്ങൾ. നല്ല അലവൻസ്, നിങ്ങൾക്കൊരു ബാങ്കിൽ ലോൺ കിട്ടാൻ നല്ല ചാൻസ്, ഇൻട്രസ്റ്റ് കുറവ്. അപ്പോൾ അതിലൊക്കെ ഈ നല്ല ഇതാണ് വരുന്നത്. സോ ലീവ് ട്രാവൽ അലവൻസ് അതിൽ നല്ലൊരിതാണ് അതിനകത്ത്. ദെൻ നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകാം.
നമ്മൾ ശമ്പളം കണ്ടു. ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി അവരുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ, സാറ് പറഞ്ഞാൽ മാത്രമാണോ സത്യമെന്ന് അറിയണം. അവരുടെ വായിൽ നിന്ന് കൂടെ നമുക്ക് കേൾക്കാം. സെലക്ഷൻ പ്രോസസ്സ് എന്താ? സെലക്ഷൻ വിൽ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഓൺലൈൻ എക്സാമിനേഷൻ, ശ്രദ്ധിക്കുക, ഫോളോഡ് ബൈ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഫോളോഡ് ബൈ LPT ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്ന ഇൻ്റർവ്യൂവിനായിരിക്കും, പക്ഷേ ആദ്യം LPT നടത്തിയിട്ട് മാത്രമേ ഇൻ്റർവ്യൂവിന് കയറ്റത്തുള്ളൂ എന്നർത്ഥം. അല്ലാതെ ചിലപ്പോൾ LPT സെപ്പറേറ്റും ഇൻ്റർവ്യൂ വേറെ ദിവസം ആയിരിക്കണമെന്നില്ല, എല്ലാം ഒറ്റ ദിവസം തന്നെ ആയിരിക്കും, അവരങ്ങ് തീർക്കും. പക്ഷേ ആദ്യം LPT നടത്തുക, അതിലുള്ളവരെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ അനുവദിക്കുക, അതാണ് പറഞ്ഞത്. Candidates qualifying the online exam would be called for language proficiency test, and candidates qualifying both online exam and LPT will call for പറഞ്ഞു. രണ്ടും ക്വാളിഫൈ ചെയ്തവരെ ഇൻ്റർവ്യൂവിന് വിളിക്കാം. അവർ സെപ്പറേറ്റ് ഡേറ്റിലും വിളിക്കാം, സെയിം ഡേറ്റിലും വിളിക്കാം. അതൊന്നും ഇവരാദ്യം വിളിച്ചപ്പോൾ, ഇന്ത്യൻ ബാങ്ക് ആദ്യം വിളിച്ചപ്പോൾ സെയിം ഡേറ്റിൽ തന്നെയായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ അന്ന് തന്നെയായിരുന്നു LPT. അപ്പോൾ എന്ത് വേണേൽ സംഭവിക്കാം. സോ മിയർലി സാറ്റിസ്ഫൈങ് ദ എലിജിബിലിറ്റി നോംസ് ഡു നോട്ട് എൻറ്റൈറ്റിൽ എ കാൻഡിഡേറ്റ് ടു ബി കാൾ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അതായത് നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം പാസ്സായി എന്ന് വെച്ചിട്ട്, അതായത് ഏജ്, എഡ്യൂക്കേഷൻ ഇതെല്ലാം പാസ്സായി വെച്ച് നിങ്ങളെ ഒരിക്കലും ഇതിന് വിളിക്കില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഓൺലൈൻ എക്സാം പാസ്സായാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ വിളിക്കത്തുള്ളൂ. അതിനകത്ത് മനസ്സിലായോ? ഓൺലൈൻ എക്സാമിനും വിളിക്കണമെന്നില്ല. നിങ്ങൾ ഈ എലിജിബിലിറ്റി എല്ലാം ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ തെറ്റുവരുത്തിയാൽ പോയി, അതുകൊണ്ടാണ് പറഞ്ഞതിനർത്ഥം. അതിനകത്ത് ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ നോക്കാം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. റീസണിങ്ങും കമ്പ്യൂട്ടർ വളരെ കുറച്ചേ കാണും. 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഈ ഇങ്ങോട്ട് വരുംതോറും POയ്ക്ക് പണ്ട് റീസണിങ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ടുണ്ടായിരുന്നു. പതുക്കെ അതിൻ്റെ ഇത് മാറി റീസണിങ്ങിൻ്റെ കൂടെ 3-4-5 ക്വസ്റ്റ്യൻ മാത്രമായി മാറ്റുന്നു. എന്നാൽ ഇപ്പോഴും RRBക്കും ഉണ്ട്, RBI അസിസ്റ്റൻറ്റിനും കമ്പ്യൂട്ടർ ഒരു ടോപ്പിക്ക് തന്നെയാണ്, അതിന് വേറെയാണ്. ഇതിൽ സാധാരണ POയ്ക്കല്ല, ഇങ്ങനെയാണ്. സോ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. മീഡിയം എക്സാം പറഞ്ഞിട്ടുണ്ട്, 60 മിനിറ്റ് ഉണ്ട്. ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, അതിന് 40 ഓർക്ക്. SSC അല്ല, ബാങ്കിങ് ആണ്. അപ്പോൾ ഇതാണ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങളുടെ QA ഇതിനകത്ത് വരും. DA ആയിരിക്കും കൂടുതൽ, 30-60 മിനിറ്റ്. 30 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടുണ്ട്, അത് ഓർക്കുക. റീസണിങ്ങിനും മാത്സിനും. അപ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതൽ റീസണിങ്ങും മാത്സും ആണെന്ന് ഓർക്കുക. ഇംഗ്ലീഷ് 40 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ടോട്ടൽ 140 ക്വസ്റ്റ്യനേ ഉള്ളൂ, 200 മാർക്ക് 3 മണിക്കൂർ, ഓർക്കുക. സോ എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരിക്കും. നമ്മൾ UBAയുടെയും കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് പിന്നെ വേക്കൻസി അനുസരിച്ചായിരിക്കും, അതെപ്പോഴും ഓർക്കുക. എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരിക്കും. നല്ലപോലെ വർക്ക് ചെയ്യുന്നവർക്ക് സുഖമായി പാസ്സായി പോകാൻ പറ്റുന്നതാണ്. ഇതിൽ നിങ്ങൾ റീസണിങ്ങും QAയും നമ്മൾ കണ്ട ഇതിൽ അത്യാവശ്യം എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യും. നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ഇംഗ്ലീഷും GAയും നല്ലപോലെ ചെയ്യുന്ന ആൾ ഇത് നല്ലപോലെ കട്ട് ഓഫ് കയറും. കാരണം റീസണിങ് QA അത്യാവശ്യം ട്രെയിനിങ് എടുത്തവരൊക്കെ നല്ലപോലെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ GAയും ഇംഗ്ലീഷും നല്ലപോലെ പഠിക്കുന്നവർക്ക് നല്ല കട്ട് ഓഫ് കയറും. അത് സ്ട്രാറ്റജിയാണ്, അതെപ്പോഴും ഓർത്തോളുക. അതിനകത്ത് ഓൺലൈൻ എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട്. 1 ഡ്യൂറേഷൻ 3 hours. സെഷന് ക്വാളിഫൈങ് മാർക്സ് ഉണ്ട്. 30% റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും 35% അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്. എന്താണെന്ന് ചോദിച്ചാൽ 60 മാർക്കാണെന്ന് വെക്കുക. 60 മാർക്കാണെങ്കിൽ സെഷണൽ ക്വാളിഫിക്കേഷൻ കാണും, അതായത് 18 മാർക്കെങ്കിലും വേണമെന്നർത്ഥം എന്നാണ് അവർ പറഞ്ഞതിനർത്ഥം. ആർക്ക്? SC ST റിസർവേഷൻ ഉള്ളവർക്ക്. മറ്റവർക്ക് ഒരു 22 മാർക്ക്, 35% കാണണം ജനറലിന്. എപ്പോഴും അറിയാമല്ലോ റിസർവേഷൻ വരുന്നത് ഈ മാർക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ സെഷൻ നിങ്ങൾ അത്രമാത്രം ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞതിനർത്ഥം. അതിനകത്ത് വേറെ ഒരു പെനാൽറ്റി നമുക്കറിയാം, 0.25 മാർക്ക് പോവും. അപ്പോൾ 4 തെറ്റ് വന്നാൽ 1 മാർക്ക് നിങ്ങളുടെ നഷ്ടമാകും. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ സാധാ എല്ലാ പ്രാവശ്യവും കാണുന്ന പോലെ തന്നെ IOBയുടെ ഇതിൽ കയറുക, നിങ്ങളുടെ കരിയേഴ്സ് ഇതിൽ കയറുക, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ ബാങ്ക് ഓഫീസ് സാധാരണ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയേണ്ടത് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ, അതാണ് അറിയേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് 175 രൂപ ആർക്കൊക്കെ? SC ST PWBD. എപ്പോഴും ആപ്ലിക്കേഷൻ ഫീ വേവർ വരുന്നത് SC STക്കൊക്കെ ആയിരിക്കും. അതിനകത്ത് ജനറൽ EWS OBC എല്ലാവർക്കും 850 ആണ്. ഇത് ഇൻക്ലൂസീവ് ഓഫ് GST കേട്ടോ. കഴിഞ്ഞ ദിവസം അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ മറ്റേ ബാങ്കിൻ്റേത് കണ്ടപ്പോൾ, ജാമിൻ്റേത് കണ്ടപ്പോൾ അത് പിന്നെ ടാക്സ്, പിന്നെ
പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ചാർജും ഒക്കെ വരുന്നത്. ഇതങ്ങനെ വരില്ല, 850 ആണ്. അത് എല്ലാവർക്കും ഉള്ള സാധാരണ ഒരു പിഒയുടെ ചാർജാണ് അതിനകത്ത്. പിന്നെ ഓൺലൈൻ മോഡിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ റിസിപ്റ്റ് വേണം, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഇതിനകത്തുള്ളതാണ്. സ്ക്രൈബിനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സ്ക്രൈബിന് ചെയ്യുമ്പോൾ അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസബിലിറ്റീസ് ഉള്ളവരാണ് സ്ക്രൈബിനെ ഉപയോഗിക്കുന്നത്. സ്ക്രൈബിനെ ഉപയോഗിക്കുമ്പോൾ ആ കാൻഡിഡേറ്റ്, സ്ക്രൈബ് അറേഞ്ച്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി എ കാൻഡിഡേറ്റ് ഫോർ ദ ഓൺലൈൻ എക്സാമിനേഷൻ അണ്ടർ ദിസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് നിങ്ങൾക്ക് സ്ക്രൈബായിരിക്കാൻ യോഗ്യതയില്ല. കാരണം ആ സ്ക്രൈബിൻ്റെ പാൻ കാർഡും ഇതും എല്ലാം അവിടെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അയോഗ്യരാക്കുകയും ചെയ്യും അതിനകത്ത്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കൊടുക്കണം? സാധാരണയുള്ള ഇതിലെല്ലാം ഒറിജിനലായിരിക്കണം. ദെൻ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കാണണം. പ്രിൻ്റ് ഔട്ട് ഓഫ് ദ വാലിഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ കാൾ ലെറ്റർ, വാലിഡ് സിസ്റ്റം ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ട് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ, നമ്മുടെ പറയാമല്ലോ ഓൺലൈൻ എക്സാം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ ഇതുണ്ടെങ്കിൽ അത്, കാരണം LPT ഉള്ളതുകൊണ്ട് പാസ്പോർട്ട്, ആധാർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഒരു പറഞ്ഞിട്ടുണ്ട്, 1 വർഷത്തെ വാലിഡിറ്റി തീരരുത്, അതിന് മുമ്പ് തന്നെ എടുക്കുന്നതായിരിക്കണം. ദെൻ ഗവൺമെൻറ് ഓഫീസിലോ പബ്ലിക് സെക്ടർ ബാങ്കിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അവരുടെ ബാങ്കിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കണം എന്നുള്ളതും കാര്യങ്ങളുമാണ്, എല്ലാ കാര്യങ്ങളും. ദെൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവർക്കനുസരിച്ച്, കേരളത്തിലുണ്ട് എക്സാം സെൻറ്റേഴ്സ്, അവർക്കതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല അതിനകത്ത്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂവും ഇന്ത്യയിൽ അക്രോസ് പല സ്ഥലത്ത് കാണും. കേരളത്തിൽ ഒരിക്കലും കാണുമെന്ന് വിചാരിക്കരുത്. മോസ്റ്റ്ലി ചെന്നൈയിലായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല, പക്ഷേ അവർക്ക് അതിൻ്റെ ഡേറ്റും ഇതുമൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കാൾ ലെറ്റേഴ്സ്, പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാൾ ലെറ്റേഴ്സ് എല്ലാം ഇമെയിൽ വഴിയായിരിക്കും വരുന്നത്, എല്ലാം അങ്ങനെയായിരുന്നു ഇതിലേക്ക്. ദെൻ സാധാരണ ഉള്ള പോലെ നിങ്ങൾ മിസ്കണ്ടക്റ്റ് കാണിച്ചാൽ എന്തൊക്കെയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ്. ദെൻ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടി, LPT പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായെങ്കിൽ പോലും നിങ്ങളുടേത് പ്രൊവിഷണലായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ അവർ പറയും യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് പ്രൊവിഷണൽ. കാരണം നിങ്ങളുടെ സെലക്ഷൻ പ്രൊവിഷണലായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തു എന്നേ പറയൂ. കാരണം നിങ്ങൾക്ക് പുറകെ മെഡിക്കൽ ഫിറ്റ്നസ്, മെഡിക്കലുണ്ട്. അത് കഴിഞ്ഞ് ക്യാരക്ടർ ആൻഡ് കാസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ്. നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലാണോ ഇല്ലയോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതിനവർക്ക് വേരിയസ് മെത്തേഡ്സ് ഉണ്ട്, ഏജൻസികളുണ്ട്. ദെൻ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അവിടെ നിന്നൊക്കെ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ടി വരും. ഓർക്കുക, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ നല്ല സർട്ടിഫിക്കറ്റ് തരില്ല, നിങ്ങൾ എഴുതിയത് വെറുതെ ആവും. പക്ഷേ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പെറ്റി കേസുകൾ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, അങ്ങനത്തെ കേസുകളൊന്നും അതിനകത്ത് വരില്ല. ക്രിമിനൽ കേസുകളായിരിക്കും അതിനകത്ത് ഇതുള്ളത്. സോ അതാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ക്ലിയർ ആകത്തുള്ളൂ. ഇതെല്ലാം സാധാരണ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നേരത്തെ ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഈ കാര്യങ്ങളെല്ലാം. സോ എല്ലാ ഇതും അനൗൺസ്മെൻറ്റും IOBയുടെ ഇതിലുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വരും എന്നുള്ളതാണ്. IOBയുടെ നമ്മുടെ യൂട്യൂബ് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഇതിലേക്ക് കയറാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണേണ്ട എന്താ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെപ്പോഴും സിഗ്നേച്ചറും ഫോട്ടോയും അതിനനുസരിച്ച് വേണം സ്കാൻ ചെയ്യാൻ. അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് വേണം സ്കാൻ ചെയ്യാൻ. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് സിഗ്നേച്ചർ, തമ്പ് ഇതെല്ലാം കൂടെ പെട്ടെന്ന് സ്കാൻ ചെയ്യും. നമ്മളതിൻ്റെ ക്ലാരിറ്റി ഒന്നും നോക്കത്തില്ല. എന്താ വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊന്നും ക്ലാരിറ്റി ഇല്ലാതെ വരും. നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല, നിങ്ങളത് ഇത് ചെയ്യും. ക്ലാരിറ്റി ഇല്ലാത്ത സിഗ്നേച്ചർ അവർ സ്വീകരിക്കില്ല, അത് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും, ഫോട്ടോ ഇരിക്കേണ്ടടുത്ത് സിഗ്നേച്ചർ ഇരിക്കുന്ന കാണാം, നിങ്ങളത് കണ്ടാലും വിട്ടുപോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ട്
വീണ്ടും അപ്ലോഡ് ചെയ്യുക. ഫോട്ടോയുടെ സ്ഥാനത്ത് ഫോട്ടോ വരണം, സിഗ്നേച്ചറിൻ്റെ സ്ഥാനത്ത് സിഗ്നേച്ചർ വരണം. ആപ്ലിക്കേഷൻ ഫോമിൽ സിഗ്നേച്ചർ കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. എന്താ പ്രശ്നം ചോദിച്ചാൽ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ ചിലരുടെ ഹാൾ ടിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഇരിക്കുന്ന സ്ഥാനത്ത് സിഗ്നേച്ചറും സിഗ്നേച്ചർ ഇരിക്കുന്ന സ്ഥാനത്ത് ഫോട്ടോയും വരും. നിങ്ങളെ കയറ്റില്ല. അത് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ ഫോട്ടോ തന്നെയാണല്ലോ മാറിപ്പോയെന്ന് കരുതല്ലേ. സ്ഥാനം മാറിയാൽ പോലും നിങ്ങളെ കയറ്റില്ല. കുട്ടികൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ചിലത് ബാങ്ക് തന്നെ പറയും വെള്ള പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ എഴുതണമെന്ന്. ചിലരത് ബ്ലൂ ഇങ്ക് കൊണ്ട് എഴുതും. ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ അത് മതി. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങൾ ഇത് പറഞ്ഞ് അവരെങ്ങനെയൊക്കെയാണ് ഇത്രയും കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതിനകത്ത് ഫോട്ടോഗ്രാഫ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ഉള്ളൂ അതിനകത്ത്. ദെൻ സിഗ്നേച്ചർ നോക്കുക. സിഗ്നേച്ചർ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ, പിന്നെ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളും. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് പെൻ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക്. നിങ്ങളെപ്പോഴും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അത് ബ്ലാക്കോ ബ്ലൂ ഇങ്കോ ഇല്ലായിരിക്കണം അത് എടുക്കേണ്ടത്. സോ ഇതൊക്കെയും കണ്ടില്ല, അവർ പറഞ്ഞിട്ടുണ്ട്. ചിലത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അത് പ്രത്യേകം പറയുന്നത്. നോക്കുക, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇൻ ഇംഗ്ലീഷ് ക്ലിയർലി ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക്. ആ ഹാൻഡ് റിട്ടൻ്റെ ഇത് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമാണല്ലോ സെയിം ആണല്ലോ എന്ന് കരുതരുത്. സെപ്പറേറ്റ് എഴുതിക്കൊള്ളുക, ബ്ലാക്ക് ഇങ്ക് വെച്ച് തന്നെ എഴുതിക്കൊള്ളുക. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. നിങ്ങളുടെ സിഗ്നേച്ചറിന് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. ഇതൊക്കെ ഇനി മറക്കരുത്. നിങ്ങൾ എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ ബാങ്കിനും ചിലപ്പോൾ ഓരോ ടൈപ്പിലായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇത് ആർക്ക് അപ്ലൈ ചെയ്യാം? എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ആരാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയാമോ? കൊള്ളാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പക്ഷേ തമിഴ് അറിയില്ല. സോ പോയി. നിങ്ങൾക്ക് തമിഴ് അറിയാം, എന്നാൽ സബ്ജക്റ്റ് അറിയില്ല. പോയി. നിങ്ങൾക്ക് സബ്ജക്റ്റും അറിയാം, തമിഴും അറിയാം. നിങ്ങളാണ് ഇതിൽ കിട്ടാൻ യോഗ്യതയുള്ളവർ. ആർക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ച് വേണമെന്ന് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് തമിഴ് അറിയില്ല എന്ന് വെക്കുക. നിങ്ങൾക്ക് ഈ പരീക്ഷ വരാൻ തന്നെ 1.5 മാസത്തോളം എടുക്കും. നല്ല ആർജവമുള്ളവർക്ക് തമിഴ് പഠിക്കാൻ അധികം നേരം വേണ്ട. നിങ്ങളുടെ മുന്നിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ട് നിങ്ങൾക്ക് തമിഴ് പഠിച്ചുകൂടാ? പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് പുസ്തകങ്ങളായിരുന്നു തമിഴ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഉന്നെ കാതലിക്കറെ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, കുറച്ച് തമിഴൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം അതിനകത്ത്. അല്ലേ? നമ്മളെന്താ ആമ മീൻസ് അതെ അല്ലേ? പിന്നെന്താ നമ്മൾ ഈ വിജയ് പടങ്ങളും രജനീകാന്ത് പടങ്ങളും ഒക്കെ കാണുന്നതിൻ്റെ ഒരു ഗുണം ഇപ്പോഴെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാവരും സബ് ടൈറ്റിൽസ് ഇട്ടാൽ കാണും. അപ്പോൾ ഈ തമിഴിൻ്റെ ഇത് അവർക്ക് മനസ്സിലാവില്ല. അവരെല്ലാം മലയാളത്തിൽ അത് വായിച്ച്, ഇല്ല ഇംഗ്ലീഷിൽ അത് വായിച്ച് പോകുന്നതുകൊണ്ട്, ഇല്ല ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട്. പണ്ടത്തെ ഞങ്ങളുടെ കാലത്ത് തമിഴ് പടങ്ങൾ അതേപോലെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ തമിഴ് കൂടുതൽ ഞങ്ങൾക്ക് ഇച്ചിരൂടെയൊക്കെ വശം, മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമെന്നല്ല, എഴുതാൻ അറിയില്ല. എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനതയ്ക്ക് അതിനെ ഒന്നും അറിയാതെ പോകുന്നു. പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂട്യൂബ് ചാനൽസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സോ നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയാമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ തമിഴ് പഠിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് വലിയൊരു പ്രയോജനമായിരിക്കും. ഞാൻ പറഞ്ഞു, ഈ 2 കൂട്ടർ ഇല്ല, അവർക്ക് കിട്ടില്ല. എഴുതുന്നതിന് യാതൊരു കുഴപ്പമില്ല. കിട്ടുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഇതായിരിക്കും കിട്ടുന്നത്. കാരണം LPT എന്ന വലിയൊരു വില്ലൻ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോകാൻ പറ്റില്ല. LPT കഴിയാതെ നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പദവി സ്വപ്നം കാണാൻ പോലും പറ്റാതെ ആകുന്നു. പലരും പറഞ്ഞു തരാത്ത ഈ കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും എനിക്കില്ല. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സബ്ജക്റ്റ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തമിഴ് പഠിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചെന്നിരിക്കും. റീഡ്, റൈറ്റ്, സ്പീക്ക്
ഇതിൽ മൂന്നിലും നമ്മൾ മനസ്സ് വെച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല മക്കളെ. അത് 10 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാം, 15 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദിവസവും ഒരു 1.5 മണിക്കൂർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് തമിഴ് സുന്ദരമായിട്ട് പഠിക്കാം. അപ്പോൾ പെതുക്കെ പെതുക്കെ നിങ്ങളുടെ ഇതിലേക്ക് തമിഴ് പെതുക്കെ ഒഴുകി വരും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളും ഇത് ഒക്കെ പെതുക്കെ പെതുക്കെ നമ്മുടെ ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പെതുക്കെ പഠിക്കാം, വായിക്കാൻ പഠിക്കാം അല്ലേ, എല്ലാം റീഡ് റൈറ്റ് സ്പീക്ക്. അപ്പോൾ അത് കാരണം മലയാളവുമായിട്ട് കുറച്ച് സാമ്യം ഉള്ളതുകൊണ്ട്, ഏകദേശ സാമ്യം ഉള്ളതുകൊണ്ട് തമിഴ് പഠിക്കാൻ നമുക്ക് ഇച്ചിരും കൂടെ എളുപ്പമാണ് അല്ലേ. സോ കാരണം തമിഴ് ഒത്തിരി തമിഴ് മക്കൾ ഇവിടെ വന്നിട്ട് മലയാളം പഠിക്കുന്നുണ്ട്. അവർ മലയാളം കേൾക്കാൻ തന്നെ നല്ല രസം, ഒരു തമിഴ് കലർന്ന മലയാളം. സോ നമ്മൾ തമിഴ് പറയുമ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു LPT വരുമ്പോൾ അവർ നോക്കുന്നത് ലാംഗ്വേജ് അറിയാവുന്നുള്ളതാണ്. സോ അവിടെ നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ കടാക്ഷം. നമ്മൾ അധ്വാനിക്കുക, അപ്പോൾ ഭാഗ്യം നമ്മളെ കടാക്ഷം എന്നിരിക്കുക. അപ്പോൾ LPT ഈ ആളുകൾക്കല്ല, ഈ പോസ്റ്റ് ഈ ആളുകൾക്കുള്ളതാണ്. നിങ്ങൾ ഇതിലേക്കുള്ളവരാണോ എന്ന് നോക്കുക. നിങ്ങൾ ഇതിലേക്കല്ലെങ്കിൽ തമിഴ് പഠിച്ചു തുടങ്ങുക. സബ്ജക്റ്റ് പഠിച്ചാൽ എത്രത്തോളം ആകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു ഫ്രഷ് ആണെങ്കിൽ ഒരു PO ലെവൽ എക്സാമാണ്. സത്യം പറഞ്ഞാൽ കള്ളം ആർക്ക് വേണേൽ പറയാം, നിങ്ങളെ സൂചിപ്പിക്കാൻ ഒത്തിരി ഇത് പറയാം. ഞാനങ്ങനെ പറയില്ല, കാരണം അത് ആ ലെവലിൽ നിൽക്കുന്ന എക്സാമാണ്. അപ്പോൾ സബ്ജക്റ്റ് അറിയാവുന്നവരുടെ കാര്യം, അവർക്ക് തമിഴും കൂടെ പഠിച്ചു തുടങ്ങിയാൽ മേ ബി നിങ്ങളായിരിക്കാം നാളത്തെ IOB LBO. സോ ഈ വീഡിയോ നിങ്ങൾക്കതിന് പ്രയോജനമായിരിക്കട്ടെ. അപ്പോൾ ഈ ആൾക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മളതെല്ലാം കണ്ടു. ഞാൻ എന്തുകൊണ്ട് തമിഴ്നാട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാ വേക്കൻസിയും കൊണ്ട് കൂട്ടി 260 വേക്കൻസിയോളം തമിഴ്നാടുണ്ട്. ബാക്കി ഒഡീഷയിൽ 10, മഹാരാഷ്ട്ര അത് കഴിഞ്ഞ് 45ലേക്ക് വരുന്നു, പിന്നെ പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെയുള്ള ഇതിലേക്ക് ചെല്ലുമ്പോൾ തമിഴാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു മലയാളമായിട്ട് സാമ്യമുള്ളത് കൊണ്ട്. പിന്നുള്ളത് ഹിന്ദിയാണ്. ഹിന്ദി അത്രയ്ക്ക് പോലും ഉണ്ടോ? ഹിന്ദി മാലും നോ, ദോട മാലും നിങ്ങൾക്കല്ലാതാണ്, ഇല്ലെങ്കിൽ നഹിം മാലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവിടെ എടുക്കുന്ന യാതൊരു വിധമായ ഇതുമില്ല. നിങ്ങൾ ഹിന്ദി പഠിക്കേണ്ടാകുമ്പോൾ നിങ്ങൾ പഠിച്ചില്ല. ഹിന്ദി അമ്മാരെ രാഷ്ട്രഭാഷയായ, ബട്ട് ഞങ്ങളത് പഠിച്ചില്ല. അത് നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഹിന്ദിയുടെ കാര്യത്തിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വെസ്റ്റ് ബംഗാളിൽ ചെന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പഞ്ചാബ് അത് പിന്നെ ഒട്ടുമില്ല. സോ നമ്മുടെ ഭാഷയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തമിഴ് കുറച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. തമിഴ് ആൾക്കാർ ഏറ്റവും നല്ലപോലെ ആൾക്കാരെ ബഹുമാനിക്കുന്ന ഒരു ലാംഗ്വേജാണ്. ഉക്കാറുങ്കോ മീൻസ് ഇരിക്കൂ. നമ്മളെന്താ പറഞ്ഞത്? ഇരിയോ, അങ്ങനെയല്ലേ പറഞ്ഞത്? ഉക്കാറുങ്കോ എന്നമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഒരു ബഹുമാനത്തോടാണ് അവർ സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മൾക്ക് സംസാരിക്കാനും പറ്റും, എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടിട്ട് സാറ് തമിഴ്നാട് അപ്ലൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ ഞാൻ പറയല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് LPT ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ മഹാരാഷ്ട്ര 45 വേക്കൻസിയാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനിയും നിങ്ങളുടെ മുമ്പിലുള്ള ദിവസം നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടുന്നു, അതിന് നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അത് ഓർക്കുക. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും. കാരണം സബ്ജക്റ്റ് ഈ സമയം കൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളതൊരു മഹാമേരുവാണ്. അത് പറ്റില്ല. പക്ഷേ ഒരു ഭാഷ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് പ്രയത്നിക്കുക. നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മൾ അതിനെ ചാടിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ. നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും എത്ര ഭാഷ വേണേൽ പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കുക, നല്ല ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അതുവരെയും വണക്കം. ടോബി ശരത് തോമസ്. நான் உன்னை விட மாட்டேன், நீ என் புன்னகை மன்னன். വേലക്കാരിയായിരുന്നാലും ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ.